ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അവസാനം ഒരു മഴക്കാല വിശേഷമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ നല്ല തകർത്തടിച്ച് പെയ്യുന്ന മഴയാട്ടോ. രാവിലെ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു മരണം ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ചേച്ചീൻ്റെ ആങ്ങളെ മരിച്ചിട്ട് നമ്മളെല്ലാവരും അവിടെ പോയി. ഇങ്ങനെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം അങ്ങ് പെയ്യാൻ തുടങ്ങി. തകർത്തടിച്ച് പെയ്യാന്ന് പറഞ്ഞാൽ ഇത്ര നേരമായിട്ട് ആ മഴ നിന്നിട്ടേട്ടോ. ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴ. അപ്പോൾ നമ്മൾ ഇത് നേരെ താഴത്ത് വയലിൽ വന്നാട്ടോ. താഴത്ത് വയലിൽ വന്നിട്ട് ഇവിടെ വെള്ളം കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് വന്നാട്ടോ. എന്താ അവസ്ഥ എന്നറിയാൻ വേണ്ടി താഴത്ത് ഇറങ്ങിയാണ്. അപ്പോഴാണ് ആ ഒരു ഭീകര അവസ്ഥ ഒരിക്കൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര പേടി തോന്നിക്കുന്ന തരത്തിലാണ് വെള്ളത്തിൻ്റെ കയറ്റം വരുന്നത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താഴത്ത് വന്നേട്ടാ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവർക്കും ശ്രദ്ധിക്കുക. കാരണം നല്ല രീതിക്കുള്ള മഴയും കാറ്റും ഇടിയും ഒക്കെ ഉണ്ട്. എല്ലാവരും സേഫായിരിക്കുക. അപ്പോൾ വെള്ളം കയറി വണ്ടി റോഡിൽ കുടുങ്ങിയിട്ടാണ്. നമ്മൾ അമ്മ സാധനം വാങ്ങാൻ പോയിട്ട് ടൗണിൽ കൂടി പോയിട്ടാണ്. അങ്ങോട്ട് പോകുന്ന സമയത്ത് ചെറിയ മഴയേനുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇതാ മൊത്തം വെള്ളമായി. ഫുള്ള് വെള്ളം കയറി. ഇപ്പഴത്തെ ഷാപ്പെല്ലാം മുങ്ങി. ഷാപ്പിലൊക്കെ വെള്ളം കയറി. മൊത്തം വെള്ളം റോഡ് മൊത്തം വെള്ളത്തിൽ മുങ്ങിട്ടാ. ഷാപ്പിന്റെ മൊത്തം വെള്ളം കയറിട്ടാ. അനക്കല്ല ധ്യാനമാ. പുഴയിലല്ല പുഴയില്ലമ്മേ. പുഴയില് ഒരു വീട് മുങ്ങിയമ്മേ. രണ്ടാമത്തെ വീട് മുങ്ങി. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങൊന്നും വെള്ളം കയറുന്ന ഞാൻ കണ്ടിട്ടില്ല. അമ്മാതിരി മഴയല്ലേ ഇന്നല്ലോ. ഉച്ചക്ക് ശേഷം വീട്ടിലെ ഫ്രണ്ടിലൊക്കെ വെള്ളം കയറ്റിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇത് പൊട്ടിയെന്നാല് തലയിൽ വെള്ളം കയറി. ടൗണിൽ നിന്നൊക്കെ വെള്ളം എന്തോരം വെള്ളം ഇരച്ചരച്ച് കയറണമെന്നറിയാം. ഇങ്ങോട്ടേക്ക് മൊത്തം വെള്ളം കേട്ടാ. മൊത്തം തന്നെ നല്ല ശക്തിക്കുള്ള മഴയാ. രാത്രി കൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മളെ നിശാച്ചിന്റെ വീടിന്റെ ആ പ്രദേശങ്ങൾക്കെല്ലാം വെള്ളമാകും തോന്നുന്നത്. നമ്മളെ താഴത്തെ വയലിൽ മൊത്തം വെള്ളമായിട്ട് വീടുകൾക്ക് കയറാൻ സാധ്യത തോന്നുന്നു. ഈ മഴ തന്നെ തുടങ്ങണല്ലേ. അവിടെ ഇപ്പൊ നമ്മള് പോയി നോക്കില്ലല്ലോ. നമ്മളിപ്പോ നമ്മൾ അറിയുന്നില്ലല്ലോ. ഞങ്ങള് ഗ്യാസ് ചോറും വെച്ച് കിടന്ന കേട്ടോ. വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ടിന്ന് ചോറും വെച്ച് കിടന്ന. അമ്മ സാധനം വാങ്ങാൻ ടൗണിൽ പോയത്. അപ്പൊ പോകുന്ന സമയത്ത് വലിയ മഴ ഒന്നും ഇല്ലേനു. പക്ഷെ ഇപ്പോ വിളിച്ചു പറഞ്ഞ് ഇങ്ങോട്ട് വണ്ടി വരുന്നില്ല. ഒറ്റ വണ്ടി ഓട്ടോറിക്ഷ ഒന്നും വിളിച്ചിട്ട് വരുന്നില്ല. വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് കൂട്ടാൻ വന്നു വന്നിട്ട് നമ്മൾ പുറത്തിറങ്ങിയത്. അന്നേരമാണ് നമുക്ക് ഈ സ്ഥിതിയെല്ലാം മനസ്സിലാവുന്നല്ലേ. ഇവിടെ എവിടെയെങ്കിലും വെള്ളം കാണുന്നുണ്ട് ഗായ്സ്. എന്നെ പറഞ്ഞ ബ്ലോഗിൽ പറയുന്നത് ആൾക്കാരെന്താ ഇങ്ങനെ ടൗണിൽ ഇങ്ങനെ ചറിഞ്ഞു പിടിച്ചാ കാറ്റുകൊണ്ട് ഷീറ്റൊക്കെ പാറി കാണിക്കുക. പക്ഷെ ഇന്ന് ആളെ അധികം ഇന്ന് മഴയത്തായി ഇത്രയും മഴയായിട്ടുണ്ട്. ആൾക്കാർ ഇങ്ങനെ ടൗണിൽ കുടുങ്ങിയതാണോ ഇനി അല്ലെങ്കിൽ വന്നു പെട്ടതാണോ? ടൗണിൽ വെള്ളം ഉണ്ട് കേട്ടോ. ജാൻസ് പറഞ്ഞ ശരിയാ. അതാ റോഡൊക്കെ മുട വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നുണ്ട് കേട്ടാ. ഫ്രണ്ടില് വെള്ളമായി. റോഡിലെ വെള്ളം കയറി ബസ്സൊക്കെ പതിയെ പോകുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ആ മരിച്ചതിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരെന്ന് തോന്നുന്നു പള്ളിയിൽ വരുന്നത്. ഈ പിന്നെ ഇവർക്ക്
എത്ര പറഞ്ഞാലും ഒരു മനസ്സിലാവാത്ത മാർഗങ്ങളാ ഈ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്ന ബസ്സുകൾ. ബസ്സല്ല പ്ലെയിനാ ഓടിക്കുന്നത് അല്ലേ ഈ വെള്ളം കയറി ആകെ നാശകോശായിട്ടുള്ള അയാളുടെ അവന്റെ എവിടെയാണ് ഗൈസ്? അമ്മ പേടിച്ച് വിറച്ചു കുറച്ചു നേരം കൊണ്ട്. ഞാൻ പറഞ്ഞ ശരിയല്ലേ? മൊത്തം വെള്ളം, വയല് മൊത്തം വെള്ളം. സുമേഷ് അല്ലെങ്കിൽ ഞാൻ തിരിച്ചങ്ങോട്ട് പോയി ആടെ അത്രയും വെള്ളം. സുമേഷ് എങ്ങനെയാണ് ഇനി അങ്ങ് തിരിച്ചു പോകാം? കൊറേ പ്രായം പടിയുണ്ട്. അല്ല ആടിയല്ലേ ഇവിടെ ഇതല്ലേ ഓട്ടോറിക്ഷ എല്ലാം വരുന്നത്? അതാ പറഞ്ഞ ഞാൻ വിളിച്ചിട്ട് ഒരൊറ്റ വണ്ടി വരുന്നില്ല. ഈ വണ്ടി ഏതാ വരുന്നുണ്ടെന്ന് രവിയാപ്പനോട് ഇല്ല ഇതുപോലെ ഇതെല്ലാം സംഭവം ചെയ്തിട്ട് ഇങ്ങനെ വെള്ളം കാരുന്ന എന്താ? എന്ത് സംഭവം ചെയ്തിട്ട് ഇവിടെ എല്ലാം ഓലം തുറന്നു കൊടുത്തിട്ടില്ലേ? എല്ലാ ഗ്യാസ് ഗ്ലാസ് ഒന്നിച്ചിട്ട് ഔട്ടല്ലേ കാര്യം പോരൂലേ? പണിയാ ചെയ്തേ ഓന്ന് പറയുന്നത് എന്തോ ഇല്ലാത്ത ഡ്രൈവർ അല്ലേ അവൻ. അവനങ്ങനെ വന്നേ അപ്പൊ ഗൈസ് നമ്മളിതാ നേരെ താഴത്തുള്ള വയലിൽ വെള്ളത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി നേരെ താഴത്തോട്ട് പോകുന്നട്ടാ. അപ്പൊ ആ കൊടയൊക്കെ എടുത്ത് നമ്മൾ അമ്മേനെ വീട്ടിലാക്കി അതിനുശേഷം ഇതാ നേരെ താഴത്ത് വയലിൽ പോന്നോണേ. ഉറവൊക്കെ വന്നു തുടങ്ങിട്ടാ. നിമിഷ നേരം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ടാട്ടോ ഈ ഒക്കെ സംഭവിച്ച് ഉറവൊക്കെ വന്നു തുടങ്ങിട്ടോ. നമ്മളെ പറമ്പിന്റെ അടിയിൽ നിന്ന് കണ്ടോ ഉറവ വരുന്നത്? നല്ല ശക്തിക്കുള്ള ഉറവ കേട്ടോ. നമ്മളിത് നേരെ നടന്ന് വയലിലേക്ക് പോകുന്നതാണേ. വയലെന്ന് പറഞ്ഞാല് നമ്മളെ വീടിന്റെ തൊട്ട് താഴത്തിന് കേട്ടോ. അപ്പോൾ നമ്മളെ വീടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും നമ്മളെ വയൽ എവിടെയാണെന്നല്ലേ. തൊട്ട താഴെ തന്നെയാണ്. വിത്തൊക്കെ വരാന്ന് പറഞ്ഞത്. അപ്പോൾ അമ്മ സാധനമൊക്കെ വാങ്ങിയുണ്ട് അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നീ വരണ്ട, ഞാൻ പോയി നോക്കട്ടെ എന്താ അവസ്ഥ എന്നുള്ള എന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് ചെന്ന് നോക്കാം കേട്ടോ. ഇന്നൊക്കെ മഴ ഉണ്ടെങ്കിലും ഇന്ന് ഉച്ചക്ക് ശേഷം കേട്ടോ ഇങ്ങനെ ശക്തിയായി പെയ്ത് തുടങ്ങിയ ഇന്ന് എന്താ പറയുക പറമ്പൊക്കെ വെള്ളം കയറി തുടങ്ങി കേട്ടോ. പറമ്പിലൊക്കെ വെള്ളം കയറി ഇവിടെ നമ്മൾ വയലിൻ്റെ അടുത്തേക്ക് പോകുന്നതാണേ. വയലിൻ്റെ അടുത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ മൊത്തം വെള്ളം കയറി ഇപ്പോൾ റോഡ് ലെവലിലേക്ക് ആവട്ടെ. ഇനി കുറച്ച് കൂടി അതിന് റോഡ് ലെവലിലേക്ക് വരാനുള്ളൂ. അത് കഴിഞ്ഞ് റോഡിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിട്ട് ബുദ്ധിമുട്ടായി മാറും. കാരണം ഇവിടെ ആൾക്കാർ ഇവിടെയൊക്കെ വീടുകളാണ് കേട്ടോ. ഇതൊക്കെ വീടാണ്, അടുത്തടുത്ത് വീടില്ല. റോഡിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിലേക്ക് ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ വെള്ളം കയറി കേട്ടോ. അങ്ങനെ നല്ല കുത്തി അടിച്ചാട്ടോ വെള്ളം വരുന്നത്. അങ്ങനെ വരുന്ന വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ റോട്ടിൽ കണ്ട ആ വെള്ളം കേട്ടോ. ആ വെള്ളം കേട്ടോ നേരെ ഇനി ഇങ്ങോട്ടേക്ക് വരിക. ആ വെള്ളം നേരെ ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ചിട്ട് ഇവിടെ എന്താവും വെച്ചാൽ തടിച്ചു കൂടും. ഇവിടെ തടിച്ചാൽ നേരെ റോട്ടിലേക്ക് കയറും. റോട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നേരെ വീടുകളിലെല്ലാം കയറാൻ തുടങ്ങും. അപ്പോൾ അതൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. മഴ എത്രയും പെട്ടെന്ന് കുറയട്ടെ. അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവരും ജാഗ്രതാരൂപരായിരിക്കുക. എല്ലാവരും ശ്രദ്ധയോടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. അപ്പോൾ മഴയാണ്, നല്ല മഴയാണ്. അതുപോലെ തന്നെ കാറ്റുണ്ട്. അപ്പോൾ കാറ്റുണ്ടെങ്കിൽ കൂടി എന്താ പറയുക ഇലക്ട്രിക് പോസ്റ്റുകൾ അതുപോലെ തന്നെ ഇലക്ട്രിക് കമ്പികൾ എല്ലാം പൊട്ടി വീണിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തൊന്നും പോകാതിരിക്കുക. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ വെള്ളം കയറിയ സ്ഥലത്ത് കുട്ടികളെ കാര്യങ്ങളൊന്നും പറഞ്ഞേക്കാതിരിക്കുക. കാരണം ഒരുപാട് അപകടങ്ങൾ നമ്മൾ ദിവസം തോറും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ആൾക്കാർ, വീഡിയോ കാണുന്ന ആൾക്കാർ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് സേഫായി വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് എല്ലാവരോടും പറയണം കേട്ടോ. അപ്പോൾ ഇവിടെ വെള്ളം കയറിക്കൊണ്ടേ ഇരിക്കുന്ന കേട്ടോ. നമ്മൾ വൈകുന്നേരത്തെ കട്ടൻ ചായ കുടിക്കുന്ന കേട്ടോ. മഴ കട്ടൻ ചായ ജോൺസൺ മാഷ പാട്ടില്ല കേട്ടോ. നമുക്ക് നേരത്തെ കൂടെ നാടൻ പാട്ട് പഠിച്ചാലോ? ഞാനൊരു ചായ തട്ടി മറിച്ചിട്ടാ. എങ്ങനെയാ നമ്മളെ വീഡിയോ അതിന്റെ പിന്നാണ്. നമ്മളെ
മഴ കാരണം നേരത്തെ തന്നെ എല്ലാവരും ചോറ് നിന്ന് കിടക്കാൻ പോകുന്നു.